മദീനയിലേക്കുള്ള പാത പ്രവാചകനിലേക്കാണ്. പ്രവാചക വചനങ്ങൾ ഓർക്കേണ്ടുന്ന സമയമായി, ഓർമ്മപ്പെടുത്തേണ്ടുന്ന സമയമായി. ആഗോളവൽക്കരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് മനുഷ്യവൽക്കരണം കൂടിയാണ്. മദീനയിലേക്കുള്ള പാത എന്നുള്ള ഈ പ്രഭാഷണ പരമ്പരയിൽ സമദാനി സാഹിബ് നമ്മൾ നയിക്കുന്നത് അർത്ഥപൂർണമായ ഒരു ലോകത്തിലേക്കാണ്. മനുഷ്യകുലം നന്മയിലേക്ക് തിരിയണം. മദീനയിലേക്കുള്ള പാത, പ്രവാചകനിലേക്കുള്ള പാത, നന്മയുടെ, സാഹോദര്യത്തിൻ്റെ, പരസ്പര വിശ്വാസത്തിൻ്റെ, പരസ്പരം യോജിച്ച് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് ബോധ്യപ്പെടുന്നതിൻ്റെ മാർഗത്തിലേക്ക് പോകണം. അത് വെറും പ്രഭാഷണമല്ല, ഇത് മനസ്സിലേക്കുള്ള തീർത്ഥയാത്രയാണ്. അതുകൊണ്ടാണ് ഈ സംഗമം ഇന്നും പുതുതായിട്ടുള്ളത്. ഈ സംഗമത്തിൽ പഴക്കമുണ്ടാവില്ല. എവിടെ നിന്നെല്ലാം അച്ചടക്കത്തോടുകൂടി കേൾക്കുന്ന വാക്കുകൾ വെളിച്ചത്തിൻ്റെ വാക്കുകളാണ്, പ്രവാചക വചനങ്ങളാണ്. അബ്ദുൽ സമദ് സമദാനിയുടെ ഈ മഹായജ്ഞം എന്ന് ഞാൻ പറയട്ടെ, ഈ മഹായജ്ഞം ദൈവത്തിനുള്ള കടപ്പാട് തീർക്കലാണ്. നമ്മൾ കടപ്പാടുണ്ട്, സാഷ്ടാവിനോട് കടപ്പാടുണ്ട്. ആ കടപ്പാട് തീർക്കാൻ ബാധ്യസ്ഥരാണ്. ആ ദൈവത്തിനോടുള്ള കടപ്പാട് തീർക്കുന്നതോടുകൂടി മനുഷ്യകുലത്തിന് വെളിച്ചവും കിട്ടും. അതാണ് ഈ സംഭാഷണ പരമ്പര. അബ്ദുൽ സമദ് സമദാനി സൃഷ്ടിക്കുന്ന ഈ മഹാപ്രപഞ്ചം മനസ്സിൽ, നമ്മുടെ മനസ്സിൽ തെന്നൽ പോലെ, കുളിരു പോലെ, ഏതോ നീലറോ പോലെ നന്മയുടെ നീർച്ചാലുകൾ ഉണ്ടാക്കിക്കൊണ്ട് അബ്ദുൽ സമദാനി നമ്മുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠാവുകയാണ്. അദ്ദേഹത്തിൻ്റെ സിംഹാസനം അധികാരത്തിൻ്റെ സിംഹാസനങ്ങളല്ല. അദ്ദേഹത്തിൻ്റെ സിംഹാസനം നിങ്ങളുടെയും എൻ്റെ മനസ്സിലാണ്. അതിൽ അദ്ദേഹം രാജാവാണ്. ആ അബ്ദുൽ സമദ് സമദാനിക്ക് ഈ പ്രഭാഷണ പരമ്പര എല്ലാ വർഷവും മനുഷ്യനിൽക്കായി നടത്തുന്ന ആ മഹാമനുഷ്യൻ ദൈവം നന്മ വരുത്തട്ടെ, ആയുസ് നൽകട്ടെ. പ്രാർത്ഥനയോടെ